ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ മക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ സ്നേഹം കൊണ്ടും ദൈവത്തിൻ്റെ കരുതൽ കൊണ്ടും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ കൊണ്ടും ഓരോ ദിവസവും കർത്താവ് നമുക്ക് തരുന്ന ദിവ്യമായ ദൈവാലോചന എന്നെ കേൾക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും ഏറ്റവും അനുഗ്രഹമാണെന്നും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരുപാട് ഗുണകരമാണെന്നും ചിലരൊക്കെ എൻ്റെ അടുക്ക് വരുമ്പോൾ ചിലരൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ട് എന്നെ അറിയിക്കുന്നത്, കർത്താവിനോട് കൂടുതൽ അടുത്ത് നിന്ന് സാധാരണക്കാരായ ദൈവമക്കൾക്ക് ഇതുപോലത്തെ ദൈവാലോചന പറഞ്ഞു കൊടുക്കാൻ എന്നെ ഏറെ പ്രചോദനവും പ്രേരണയും നൽകുന്നതാണ്. കർത്താവ് അതൊക്കെ ഭംഗിയായി ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നതിൽ പങ്കാളികളാകുന്ന നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ ആത്മരക്ഷകന്, വീണ്ടെടുപ്പുകാരന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരം സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂത് ഹോശിയ പ്രവചനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തു നിന്നാണ്. ഹോശിയ പ്രവചനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൾ ജാരന്മാരെ പിന്തുടരും, എങ്കിലും അവരോടൊപ്പം എത്തുകയില്ല. അവൾ അവരെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. അപ്പോൾ അവൾ, ഞാൻ എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകും. ഇന്നത്തേക്കാൾ അന്ന് എനിക്ക് ഏറെ നന്നായിരുന്നല്ലോ എന്ന് പറയും. ഇന്നത്തേക്കാൾ എനിക്ക് അന്ന് ഏറെ നന്നായിരുന്നല്ലോ എന്ന് പറയും. ഹോശിയ പ്രവചനം ഇസ്രായേൽ ജനം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് വളരെ അകന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് ഈ പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് അവരെ ബോധവൽക്കരിക്കാനുള്ള നടപടികളെക്കുറിച്ചുള്ളതാണ് ഈ പ്രവചനത്തിൻ്റെ ഉള്ളടക്കം. ഒരുമാതിരി പ്രവചനങ്ങളെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കാം വേദപുസ്തകത്തിനകത്ത്. ഇവിടെ ഈ പ്രവചനത്തിനകത്ത് ഇസ്രായേൽ യഹോവയായ ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളുടെ അടുക്കിലേക്ക് പോയി നമസ്കരിക്കുകയും ആരാധിക്കുകയും വഴിപാടുകളും നേർച്ചകൾ അർപ്പിക്കുകയും ചെയ്തപ്പോൾ അവരെ മടക്കിക്കൊണ്ടുവരുവാനുള്ള വഴികൾ ദൈവമായ കർത്താവ് ഒരുക്കുന്നതാണ് ഈ ഭാഗത്തെല്ലാം കാണുന്നത്. അവൾ അഥവാ ഇസ്രായേൽ ജനം ഈ അന്യദൈവങ്ങളെ സേവിച്ചവരോട് പറ്റിച്ചേർന്നിട്ട് ഗുണമില്ലാതെയായി എന്ന് തിരിച്ചറിഞ്ഞൊരു സന്ദർഭം ഉണ്ടായി. ആ സന്ദർഭത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. എന്താ തീരുമാനം? ഞാൻ എൻ്റെ പഴയ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഇവിടെ ഭർത്താവിനോടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതൊരു ഡീപ്പ് റിലേഷനാണ്, വളരെ ബന്ധം. ആ ഒരു ബന്ധത്തിലാണ് ഈ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങോട്ട് മടങ്ങിപ്പോകും എന്ന് പറയും. അതിൻ്റെ കാരണം ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ചിന്തയ്ക്ക് ടൈറ്റിലായിട്ട് ഇട്ടിരിക്കുന്നതും അത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നതും. അത് ഇത്രയേ ഉള്ളൂ. ഇന്നത്തേക്കാൾ അന്ന് എനിക്കേറെ നന്നായിരുന്നല്ലോ എന്ന് പറയും. ഇന്നത്തേക്കാൾ ഏറെ നന്നായിരുന്ന അന്നത്തെ കാലം. ഞാൻ ഈ ലാസ്റ്റ് ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഇന്നലകളിലേക്ക് ഒത്തിരി എൻ്റെ മനസ്സ് ഊളിയിട്ട് ഇറങ്ങി. ദൈവമക്കളെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇന്നലകളുണ്ടായിരുന്നില്ലേ? ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങൾ ഏത് പ്രായക്കാരനാണ്, ഏത് രാജ്യത്താണ്, ഒന്നൊന്നും ഞാൻ അറിയുന്നില്ല. നിങ്ങളെ ആരെയും മുഖതാവിൽ കാണുന്നില്ലല്ലോ. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, പ്രായം, പദവി, ചിലപ്പോൾ മക്കളുടെ കൂടെ നിങ്ങൾ ദൂരത്ത് എവിടെയോ പോയി താമസിക്കുകയായിരിക്കും. ചിലപ്പോൾ മാതൃരാജ്യം വിട്ട് ഒരു ജോലി സംബന്ധമായി കുറേ നാളുകളായി മറ്റൊരു രാജ്യത്തായിരിക്കാം. ചിലപ്പോൾ ഈ രാജ്യത്ത് തന്നെ ജനിച്ചു വളർന്ന് ആ ജനിച്ച ദേശത്ത് തന്നെ താമസിച്ച് അങ്ങനെ നിങ്ങൾ മധ്യവയസ്സും കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കാലുവെക്കുകയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ജനിച്ചു വളർന്ന ദേശത്ത് നിന്ന് ഭർതൃഗൃഹത്തിലേക്ക് വന്ന് ആ നാടുമായിട്ട് ഇഴുകിച്ചേർന്ന് അവരിലൊരാളായി അവിടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് ജീവിക്കുന്ന അമ്മയായിരിക്കും. ആരുമാകട്ടെ, നമുക്കെല്ലാവർക്കും ഒരു ഇന്നലകളുണ്ടായിരുന്നില്ലേ? ഞാൻ ഈ യഹൂദൻ്റെ അഥവാ ഇസ്രായേലിൻ്റെ പശ്ചാത്തലം വിട്ടിട്ട് നമ്മുടെ കാര്യത്തിൽ മാത്രം നിന്ന് ചിന്തിക്കാം. ഞാനിന്ന് ഒത്തിരി ഓർത്തുപോയി. എൻ്റെ ഇന്നലകൾ നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുള്ളതുപോലെ വലിയ പ്രയാസമുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ഒത്തിരി ദൈവത്തെ മറന്നുകൊണ്ടല്ല, സ്തുതിച്ചുകൊണ്ട് ഈ തന്നതിനെല്ലാം നന്ദി കരറ്റിക്കൊണ്ടായി പറയുന്നത് കേട്ടോ. പക്ഷെ ആത്മീകമായിട്ട് ഇന്ന് പലരും എന്നെ അറിയുന്നു, യാത്രകളും കാര്യങ്ങളൊക്കെ തരുന്നു, ഒത്തിരി നന്മകൾ ഒക്കെ ഞാൻ അനുഭവിക്കുന്നു. പക്ഷേ എൻ്റെ സ്പിരിച്വാലിറ്റി, എനിക്ക് ആത്മീയതയിൽ വലിയ കോട്ടം പറ്റി, അതൊന്നുമല്ല പറയുന്നത്. പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിരുന്ന, ഞെരുക്കമുണ്ടായിരുന്ന, ഇത്രയും ആളുകളെ പരിചയമില്ലാതിരുന്ന, ഇത്രയും ആളുകൾ അറിയപ്പെടാതിരുന്ന
എൻ്റെ ആ ഗ്രാമീണ ജീവിതം, യേശുവിനെ കണ്ടെത്തിയ പഴയ കാലം, ആ കാലത്തെ ഉപവാസ പ്രാർത്ഥനകൾ, കിലോമീറ്ററുകൾ നടന്ന് സൺഡേ സ്കൂളിൽ പോയ കാലം, ആരുടെയൊക്കെ ഔദാര്യം കാത്ത് ഒരു കൺവെൻഷനോ യോഗമോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് സന്തോഷത്തോടെ വചനം കേട്ട കാലം. സഭായോഗങ്ങൾ ഇത്രയും ഹൈഫൈ ഒന്നും അല്ലായിരുന്നു. ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റമോ കീബോർഡോ കൊയറോ ഇത്രയും നല്ല സഭാ ഹോളോ ഒന്നുമില്ലാതിരുന്ന പഴയ ഓടുമേഞ്ഞ, കൂടിയാൽ ഒരു 50 അടി നീളം 20 അടി വീതിയുള്ള ഓടുമേഞ്ഞ കൊച്ചു സഭാ ഹോളിൽ തമ്പേറും കൊട്ടി കൈകൊട്ടി പാട്ട് പാടിയ, പഴയ പാട്ടുകൾ പാടി ആരാധിച്ച കാലം. അന്നത്തെ കാലം ഞാൻ ഒത്തിരി ഓർത്തുപോയി, കണ്ണ് നിറഞ്ഞുപോയി. ഇന്നത്തേക്കാൾ എന്തുകൊണ്ടൊക്കെയോ ഏറെ നന്നായിരുന്നു അന്നത്തെ കാലം. ഇന്ന് കഴിക്കുന്ന ആഹാരങ്ങളൊന്നുമല്ല അന്ന് കഴിക്കുന്നത്. ഇന്നത്തെ പോലെ വസ്ത്രമില്ല. ഞാൻ ചെരുപ്പ് പോലും ഇടാൻ തുടങ്ങിയത് ബൈബിൾ കോളേജിലേക്കൊക്കെ വരാൻ തുടങ്ങിയ ആ സമയത്താണ്. അതിനൊക്കെ തൊട്ട് മുമ്പ് അതുവരെയൊന്നും ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണം പൊട്ടിപ്പോയാൽ വേറെ ഒരെണ്ണം വാങ്ങിക്കാൻ പിന്നെ മാസങ്ങളോളം കാത്തിരിക്കണമായിരുന്നു. ഇന്ന് 2-3 ജോഡി ഷൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ഭൗതികമല്ല, ആത്മീകത്തിൽ ഞെരുക്കത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെയൊക്കെ കാലം, ദൈവത്തെ അടുത്തറിഞ്ഞ കാലം, തൊട്ടറിഞ്ഞ കാലം, രുചിച്ചറിഞ്ഞ കാലം. എന്തായിരുന്നു അന്നത്തെ പ്രത്യേകത എന്ന് മാത്രം പറഞ്ഞ് നമുക്കതിൽ ഒന്ന് സ്റ്റേ ചെയ്യാൻ. കാലം മാറും, സമൃദ്ധി ഉണ്ടാകും, പിള്ളേർ വളരും, നമുക്ക് നന്മ വരും, നമ്മൾ അറിയപ്പെടും, നമ്മൾ ഉയർത്തപ്പെടും. ഇതൊക്കെ ആത്മീയതയുടെ വ്യവസ്ഥയാണ്. ഇനി എത്ര ആളുകൾ നന്മയില്ല, പ്രോസ്പെരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഈ മാർഗത്തിൽ വന്ന എല്ലാവരെയും പരിശോധിച്ചു. ഒറ്റമുണ്ടുടുത്ത് അറുംപട്ടണിയിൽ തുടങ്ങിയവരും അവരുടെ മക്കളൊക്കെ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു. ഈ മാർഗത്തിൻ്റെ പ്രത്യേകത, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കില്ല. സത്യമാണ്. വെറും 0യിൽ തുടങ്ങിയവരെ ദൈവം ഹീറോ ആക്കി മാറ്റിയില്ലേ? അതാ കർത്താവിൻ്റെ പ്രത്യേകത. ദൈവം വിശ്വസ്തനാണ്. പക്ഷേ അന്നത്തെ കാലം, അന്ന് വിശ്വസ്തതയോടെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉള്ളപ്പോഴും, വണ്ടിയും വാഹനവും ഇല്ലാത്തപ്പോഴും, ചെരുപ്പില്ലാത്തപ്പോഴും നടന്നു പോകാൻ ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ നിർബന്ധിക്കുമായിരുന്നു. രാവിലെ എന്തൊക്കെ മഞ്ഞും തണുപ്പും എല്ലാം ഉണ്ടെങ്കിലും ഏകദേശം 7 കിലോമീറ്റർ കൂടുതൽ, 7-8 കിലോമീറ്റർ നടന്ന് സൺഡേ സ്കൂളിൽ പോകണമായിരുന്നു. പക്ഷെ ഒരു ഞായറാഴ്ച പോലും വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ആ കാലങ്ങൾ ഏറെ നല്ല കാലമായിരുന്നു, ഏറെ നല്ല കാലം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തോടടുത്ത് നിൽക്കുന്ന, ചില കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നാലും കണ്ണുനീരോടെ പ്രാർത്ഥനയല്ലാതെ വേറെ ഒന്നുമില്ല, സഹായിക്കാനൊന്നും ആരുമില്ല, പ്രാർത്ഥിച്ച് മാത്രം കാര്യം നടത്തിയിരുന്ന കാലം. വായ്പ ചോദിച്ചാൽ പോലും തരാൻ ആരുമില്ല. ഇപ്പം ദൈവം അല്ലാതെ വേറെ വഴിയില്ല. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ തുടക്കക്കാരായിട്ടുണ്ടെങ്കിൽ, കുറേ കഴിയുമ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ കാലം മാറും. എങ്കിലും ഇന്ന് ദൈവത്തെ അറിഞ്ഞു, ഇതുപോലത്തെ വചനമൊക്കെ കേട്ടു, ഒത്തിരി പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ചിലരെ നോക്കിയിട്ട് അവർക്കൊക്കെ എന്തോ സുഖ, എന്തോ സന്തോഷ, എന്നാ അവർക്ക് കുഴപ്പം എന്നൊക്കെ ഈ മാർഗത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ പാലത്തിൻ്റെ അക്കരെ നിൽക്കുന്നവരെ കണ്ടിട്ട് പറയും, എന്നാ കുഴപ്പം, ഇഷ്ടംപോലെ അല്ലേ ഉള്ളതെന്ന് പറയും. പക്ഷേ ഇന്നലകൾ ഒറ്റപ്പെടലും പ്രയാസവും ഞെരുക്കവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്ന കാലം അന്നായിരുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ പറയാം, നിങ്ങളിൽ ചിലർ കടന്നു പോകുന്നത് പോലെ വല്ലാത്ത പ്രയാസം, ആരുമില്ലാത്ത, ഒരു ചെരുപ്പ് പോലും വാങ്ങിക്കാൻ കാശില്ലാത്ത, വസ്ത്രങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന, കുഞ്ഞുങ്ങൾക്ക് ഫീസില്ലാത്തത് കൊണ്ട് വീട്ടിലിരുത്തിയിരിക്കുന്ന, ആരും സഹായമില്ലാത്ത ആ ഒരവസ്ഥയിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ സമയത്ത് നിരാശരായിരിക്കരുത്. ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കണം. അത്ഭുതങ്ങൾ ചെയ്യും ദൈവം. ജീവിക്കുന്നു എന്ന് ദൈവം തെളിയിക്കും. നിങ്ങളെ ജീവിക്കാനുള്ള എല്ലാ ഒത്താശയും ദൈവം ചെയ്തു തരും.
അതുകൊണ്ട് കുറേ കഴിയുമ്പോൾ നിങ്ങളും പറയും, അന്ന് പട്ടിണിയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പക്ഷെ അന്നത്തെ കാലം എന്തോ കാലമായിരുന്നു. എന്താണെങ്കിലും ഹോശയ പ്രവചനത്തിൽ ദൈവം തെളിയിച്ചു. ആഡംബരത്തോടും ഉന്മാദത്തോടും പട്ടുവസ്ത്രം ധരിച്ച് ധാന്യവും വീഞ്ഞും ഒക്കെ വർദ്ധിച്ച് കളപ്പുരയിൽ കൂട്ടിവെച്ച ഈ കാലത്തേക്കാൾ ഒത്തിരി നല്ലതായിരുന്നു അന്നന്ന് കിട്ടി ദൈവം നടത്തിയ കാലം. ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കട്ടെ, ബുദ്ധിമുട്ടുകളിലേക്ക് മടങ്ങിപ്പോകണം എന്നല്ല പറയുന്നത്. പക്ഷെ ആത്മീയത്തിൽ നമ്മൾ പാപ്പരാകരുത്. എന്നും ദൈവത്തോട് കൂടെ നിൽക്കുക, എന്നും ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുക. ഒത്തിരി ദൈവത്തോട് പറയുക, എനിക്കെന്നും അങ്ങേ രുചിച്ചറിയണം, എനിക്കെന്നും അത്ഭുതങ്ങളെ കാണണം. ജോർജ് മുള്ളറിനോട് ഏറ്റവും വലിയൊരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് ആരോ ഒരു ഇംഗ്ലീഷുകാരൻ സായിപ്പ് വന്ന് പറഞ്ഞു, ഓർഫണേജ് നടത്തുന്ന താങ്കൾക്ക് എല്ലാ മാസവും ഞങ്ങൾ ബിസിനസ് നടത്തുന്നു, ഞങ്ങൾക്ക് ഫാക്ടറികളുണ്ട്, എല്ലാ മാസവും നല്ലൊരു തുക ഞങ്ങൾ സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ജോർജ് മുള്ളർ അത് സ്നേഹത്തോട് നിഷേധിച്ചിട്ട് പറഞ്ഞു, വേണ്ട, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദൈവം പ്രേരിപ്പിക്കുമ്പോൾ തന്നോളൂ, പക്ഷേ സ്ഥിരമായൊരു സ്പോൺസർ ഞങ്ങൾക്ക് വേണ്ട. അതിൻ്റെ കാരണം, എനിക്ക് സ്ഥിരമായി പണം തരാനൊരു സ്പോൺസർ ഉണ്ടായാൽ ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കുറയ്ക്കും. ഇന്ന് ഞാൻ ഓരോ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ നേരത്ത് മുട്ടയിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അന്നന്ന് അത്ഭുതങ്ങളെ കാണുക. അതുകൊണ്ട് ആ അത്ഭുതങ്ങൾ നിന്നു പോകാതിരിപ്പാൻ എനിക്ക് സ്ഥിരമായൊരു സ്പോൺസർ വേണ്ടെന്ന് ജോർജ് മുള്ളർ പറഞ്ഞു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രിയരെ, സ്പോൺസറും ഒരുപാട് കൈത്താങ്ങൾ തരുന്നവരും എല്ലാം മേടിച്ചു തരുന്നവരും എല്ലാ ഫ്രിഡ്ജും അലമാരിയൊക്കെ നിറഞ്ഞിരിക്കുന്ന ഈ നിറഞ്ഞ കാലത്തേക്കാൾ അന്നന്ന് മുട്ടയിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ ആ നല്ല കാലം ആർക്കെങ്കിലും ഒന്ന് ഓർക്കാമോ? ഇന്ന് 2025 ഈ 7-ാം ദിവസം ഒന്ന് ഓർക്കാമോ? പണ്ടത്തെ കാലം ഇച്ചിരി നേരം അത് ഓർത്ത് സ്തോത്രം ചെയ്യാമോ? ആ നല്ല കാലം, ആ ശുഭകാലം. ഇയ്യോബ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ആ പണ്ടത്തെ പോലത്തെ നല്ല കാലം. ഭക്തന്മാരാരോ പറഞ്ഞു, പണ്ടത്തെ പോലത്തെ നല്ല കാലം മടങ്ങി വരണേ. പണ്ടത്തെ കാലത്തെ രുചിച്ചവർ അവർ കൊതിക്കും ആ പണ്ടത്തെ കാലം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവത്തെ പിരിയാത്ത, അത്ഭുതം കണ്ട ആ പണ്ടത്തെ കാലം നമുക്ക് ആഗ്രഹിക്കാം. നമുക്കൊന്നുകൂടെ പറയാം, ഇന്നത്തേക്കാൾ ഏറെ നന്നായിരുന്നു അന്നത്തെ കാലം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ശുഭകാലങ്ങൾ നിന്നു പോകാതിരിക്കട്ടെ. അങ്ങനൊരു വാക്യം ബൈബിളിലുണ്ടല്ലോ. ഇന്ന് ഞങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങളൊക്കെ തന്നു, എന്നാൽ ആത്മീകമായി ഞങ്ങൾ ഒരിക്കലും കുറയാതിരിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി ജീവിച്ച, ദൈവത്തിൻ്റെ കൈ പിടിച്ച് നടന്ന ആ പഴയ കാലം, ഓരോ ദിവസവും ചോദിച്ച് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ച കാലം, അത്ഭുതം കണ്ട കാലം, ആ കാലത്തിനായി സ്തോത്രപ്പ. നടത്തിയ വഴികൾക്ക് നന്ദി. ഇത് കേൾക്കുന്ന ആരെങ്കിലും